കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ കണി പട്ടികളാട്ടാ. കാരണം പട്ടികൾ സുഖമായിട്ട് മേലെയും ചവിട്ടിയും ഒക്കെ കിടക്കണതാണ് കേട്ടോ. അതിൻ്റെ രോമവും പൊടികളൊക്കെ അവിടെ കിടന്നോടത്ത്. അത് കഴിഞ്ഞ് ഞാൻ കാലത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ ചവിട്ടിയുമായിരുന്നു കേട്ടോ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ചവിട്ടികളൊക്കെ വേഗം സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം എല്ലാം അവിടെ അടിച്ചു കോരി തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൈയോടെ ചവിട്ടികളും കഴുകിയിട്ടുണ്ടായിരുന്നു. അത് കയറി കിടക്കുമ്പോൾ ചവിട്ടികളൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പൊന്നമ്പിളി ഇതാ ഗ്യാസും കുറ്റിയുടെ മേലെ കയറി നിന്നിട്ട് കുറുമ്പ് കാണിക്കലായിരുന്നു കേട്ടോ. അവളുടെ അഭ്യാസം ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ കയറിയിട്ട് ആ കബോർഡിൽ നിന്ന് സാധനങ്ങൾ വലിച്ചിടാനായിട്ട് കയറി ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ പോയിട്ടുണ്ടായിരുന്നു ചിറ്റിച്ചേരി ഹെൽത്ത് സെൻ്ററിലേക്ക് ആയിരുന്നു കേട്ടോ. അവൾക്ക് വൈറ്റമിൻ്റെ മെഡിസിൻ കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മടവക്കരയിലുള്ള ഡാസിലറിൻ്റെ ബാഗിൻ്റെ ഷോപ്പിലേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നമ്പിളിക്ക് ബാഗ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ കുറേ ബാഗുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പൊന്നമ്പിളിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ ബാഗ് വാങ്ങണോ, പൗച്ച് വാങ്ങണോ, ബോക്സ് വാങ്ങണോ, കുപ്പി വാങ്ങണോ എന്നിട്ട് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കലായിരുന്നു കേട്ടോ. എന്നിട്ട് വേറെ പൗച്ചും ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോക്സ് ആണോ പൗച്ചാണോ എന്നുള്ളതൊന്നും സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ 2-3 ബാഗുകളൊക്കെ ഇങ്ങനെ തോളത്തിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് നോക്കി ഊരെടുത്ത് അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ ഈ ബാഗാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നമ്പിളിക്ക് യൂണിക്കോണിൻ്റെ ബാഗ് വേണമെന്ന് അവൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി കഴിഞ്ഞ് പൊന്നമ്പിളിക്കാണെങ്കിലോ അതിലിങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അത് മേലെ ഇങ്ങനെ അടിക്കുമ്പോൾ ലൈറ്റ് കത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ലൈറ്റ് നല്ല കത്തണ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവളിത് അതും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിക് ഒന്നല്ല കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ് ആവുമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത് ബാഗ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് സ്റ്റൈൽ കാണിച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ അടുത്ത പ്ലാൻ എന്തിട്ട് വെച്ചാൽ അവളുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ബുക്കുകളെല്ലാം കുട്ടിക്ക് ആ ബാഗിൽ എടുത്ത് വെക്കണം. അങ്ങനെ ഇതേ ബുക്കുകളൊക്കെ കൊണ്ട് എണ്ണയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഓരോന്ന് അച്ഛ ഇത് വെക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതേ ബുക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ആ ടീഷർട്ട് ഉണ്ടല്ലോ, ടീഷർട്ടിന് അവൾ പേരിട്ടിരിക്കുന്നത് ഉണ്ണിക്കാളി എന്നാട്ടോ. ഉണ്ണിക്കാളിയുടെ സോങ് കണ്ടിട്ടാട്ടോ കുട്ടി ആ പേരിട്ടിരിക്കണേ. അപ്പം ഞാൻ ഈ ഉണ്ണിക്കാളിയുടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇത് ബാഗൊക്കെ തൂക്കിയിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ബാഗൊക്കെ ഒരു സൈഡിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത അഭ്യാസം സൈക്കിളുമ്പോൾ കയറി സൈക്കിൾ ചവിട്ടാൻ പഠിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4th ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ ബർത്ത്ഡേ വരാൻ പോകും, അപ്പോൾ ഗിഫ്റ്റായിട്ട് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ ചവിട്ടി പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ സൈക്കിൾ ചവിട്ടി പഠിക്കണ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.